ഇവിടെ ഈ ഭാഗം മൊത്തം പോയി. അതിനെന്തെങ്കിലും സഹായം കിട്ടണം. ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. കാലി രണ്ട് ഭാഗം ഈ ഇവിടെ മുറിഞ്ഞു മാറി, ഭാഗം മുറിഞ്ഞു മാറി രണ്ടായിട്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അടൂർ പഴകുളത്ത് വഴിയാത്രക്കാരനെ ബൈക്കിൽ വന്ന യുവാവ് ഇടിച്ചു തെറിപ്പിച്ച ഒരു സംഭവമുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഴകുളം സ്വദേശിയായ ബഷീർ കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ചികിത്സ തേടുകയാണ്. ഇന്നലെ നടന്ന അപകടത്തിലെ ദൃക്സാക്ഷിയായ ചേട്ടനോട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു വരാം. ഞാനും പള്ളിയിൽ പോയിട്ട് നടന്നു വരുവായിരുന്നു. ഞാൻ ആ കടയിൽ അങ്ങേരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനകത്ത് ഈ സൈഡേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവിടുന്ന് ഓവർ സ്പീഡിൽ ഈ വണ്ടിയുടെ ഓണർ അതേ സ്പീഡിൽ ഓടി വന്ന് ഇട്ടിട്ട് പൊക്കി മറിഞ്ഞു പോയി, പൊക്കിയെടുത്തു കളഞ്ഞ ആ ഇതിൻ്റെ ക്ലാവില്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വന്ന് മലന്നടിച്ചു പോയി. ഞാനും എടുത്തോണ്ട് പോയി. ഞാൻ അവനെ പോയി പൊക്കി വെച്ചു. ഇവിടെ വിളിച്ചു പോയിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഓടി വന്ന് 2-3 പേര് കൂടി അവിടുന്ന് ഒരു ഓട്ടോ വന്നു. അതിനകത്ത് 2-3 പേര് കൂടി എടുത്തുണ്ട്. പുള്ളിക്ക് അന്നേരം ബോധമൊക്കെ ഉണ്ടായിരുന്നു? അന്നേരം ബോധമൊന്നും ഇല്ലായിരുന്നു. മകന് ബഷീറിന് ഇന്നലെ എപ്പോഴാണ് ഈ അപകടം? 7:30 കഴിഞ്ഞപ്പോൾ. ഇപ്പം ഏത് ഹോസ്പിറ്റലിലാണ്? ഹോസ്പിറ്റൽ. അപ്പോൾ ഇപ്പം എന്തോ അവസ്ഥ? ഇപ്പം നാളെ ഓപ്പറേഷൻ ആണെന്ന് പറയുന്നു. അങ്ങനെ പെങ്ങൾ ഒരാളെ അവിടെ ഉണ്ട്, ചേട്ടൻ അവിടെ ഉണ്ട്, വേറെ ആരുമില്ല. പിന്നെ ഇവിടെ ഈ ഭാഗം മൊത്തം പോയി. ഇവിടെ ഈ ഭാഗം മൊത്തം പോയി. ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ടൂ കയറ്റി എടുത്തുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു പറഞ്ഞു. പിന്നെ ഇത് മെയിൻ ഓപ്പറേഷനാണ്. ഈ കണ്ണിൻ്റെയും തലയുടെയും ഓപ്പറേഷൻ വളരെ വേണം. ഇപ്പം എത്ര രൂപ ഒരു ചിലവാന്ന് പറഞ്ഞേക്കും? 10 രൂപ വേണമെന്നാണ് പറഞ്ഞത്. 10 രൂപ വേണമെന്ന് പറഞ്ഞു. ബഷീറിന് ഇപ്പം എത്ര വയസ്സുണ്ട്? 46. അച്ഛനെ അമ്മയൊക്കെ നോക്കുന്ന ബഷീറാണ്? ബഷീർ. വേറെ എന്ത് പണി ബഷീറിന്? ബഷീർ കൂലിപ്പണിക്കൊക്കെ പോകും, സിമെന്റ് കടയിൽ പോകും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ മുടക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഇപ്പം വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. അതിനെന്തെങ്കിലും സഹായം കിട്ടണം. ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. അടിയന്തരമായ ചികിത്സ നടത്താൻ ഒരു നിവൃത്തിയില്ല. ഞാൻ കച്ചവടത്തിന് കൊണ്ടുവന്ന പൈസ 50 രൂപ ഞാൻ കൊടുത്തു വിട്ടു. ഈ വണ്ടി ഇടിച്ച ആളെ അറിയാൻ പറ്റും? ആളെ അറിയാം. ആളും വടക്കുള്ളവരാണ്. അവരുടെ ഒന്നും സംസാരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. കാലി രണ്ട് ഭാഗം ഇവിടെ മുറിഞ്ഞു മാറി, ഭാഗം മുറിഞ്ഞു മാറി രണ്ടായിട്ട്. ഇവിടെ മൊത്തം പൊട്ടല. ഈ വീട്ടിലാണ് കഴിയുന്നത്? അമ്മയും അച്ഛനും ബഷീറേ ഉള്ളൂ? ഇയാളുണ്ട്, വേറെ സഹായം ഒന്നുമില്ല. ഒരു സഹായവുമില്ല ആരുടെയും. കൂലിപ്പണി ചെയ്ത് കഴിയുമോ? പള്ളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഓവർ സ്പീഡിൽ വന്ന ബൈക്ക് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ഇടിച്ചു കയറുകയും വളരെയധികം സാരമായ പരിക്കോടുകൂടി ഇപ്പോൾ കല്ലിശ്ശേരിയിലെ ചെറിയാൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ബഷീറിൻ്റെ പിതാവ് കാര്യങ്ങൾ നമ്മോട് വിശദീകരിച്ചു. അദ്ദേഹത്തിന് ഹാർട്ടിനുൾപ്പെടെ കണ്ണിനുൾപ്പെടെ കാലിൻ്റെ താഴ്ഭാഗം ഉൾപ്പെടെ വലിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഹോസ്പിറ്റലുകാർ ബഷീറിനോടും കുടുംബത്തോടും പറയുന്നത്. ഈ ബഷീറിൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അച്ഛനും അമ്മയും മാത്രമാണ്. അവർക്ക് പ്രായത്തിൻ്റേതായ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കുടുംബം നോക്കിയിരുന്നത് ബഷീറാണ്. ഇപ്പോൾ അവർക്ക് യാതൊരു നിവൃത്തിയുമില്ല. അപ്പം ഈ വാർത്ത കേൾക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ പ്രേക്ഷകർ ഇവരെ സഹായിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കാരണം പ്രായമായ ഈ അച്ഛന് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയുന്നില്ല. കൂലിപ്പണി ചെയ്താണ് ബഷീർ ഈ അമ്മയെ അച്ഛനെയൊക്കെ നോക്കുന്നത്. ബഷീർ കല്യാണം കഴിച്ചിട്ടില്ല. ഏകദേശം 46 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെയധികം മോശകരമാണ്. നാളെ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണമെന്ന് പറയുന്നത്. വെന്റിലേറ്ററിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും ഈ വാർത്ത കേൾക്കുന്ന അടൂരിലെ നല്ലവരായ പ്രിയപ്പെട്ട ആളുകൾ ഈ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വാർത്തയോടൊപ്പം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ എല്ലാവിധ നടപടികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അടൂർ പഴകുളത്തുനിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.